വേണ്ടല്ലോ. ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റൽ വ്ളോഗ് ചെയ്യാൻ പോണേ. നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊരു വലിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അവളുടെ കാര്യം മഷിമഴയുണ്ടല്ലോ. നിന്റെ ഗുണക്കുള്ളി കണ്ടപ്പം നമ്മപ്പില്ലേ ഹോമിയോ പോണേന്ന് ഇവിടെ പൊക്കത്താണ് കാണിക്കുന്നത്. പൊക്കത്താണ്. ഇവിടെ ഞാൻ എല്ലാ മാസവും വരും. ഞാൻ ഇവിടുന്ന് ഒരുപാട് നാളായിട്ട് മരുന്ന് കഴിക്കാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു രോഗിയാണെന്ന്. ചെറുതായിട്ട് എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ്, കാൽസ്യത്തിൻ്റെ കുറവ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്ത് ചെയ്യാൻ. അപ്പം ഞാൻ വൈറ്റമിൻ ഡി ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിന്നാണ് എനിക്ക് ഡോക്ടർ എന്താ പറയുക 2024 എടുത്തതാണ് OP. ഒരു ഇതിൽ തന്നെയാണ് എനിക്ക് ഡേറ്റ് ചെയ്തേക്കാൻ. ശരിയാട്ടാ 2024, 2025, 2026 കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വരാറുണ്ടത്. പിന്നെ നമ്മുടെ ടോക്കൺ 25 ഒരു സ്ക്രീൻ തെളിയില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അകത്ത് പോയിരിക്കണം. അപ്പോൾ മരുന്ന് കിട്ടാൻ ഭയങ്കരമായിട്ട് വൈകി. കുറേ വൈകി എന്ന് പറഞ്ഞാൽ 10-12 ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഡോക്ടർ ഉണ്ടാ OP വിട്ടോ ഒന്നും അറിയാൻ പാടില്ല. ഇതിനൊക്കെ ട്രിപ്പ് പോയി നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. നമുക്ക് OP എടുക്കണം. OP എത്ര മണി വരെ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹോസ്പിറ്റലിൽ കൂടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോക്ക് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. എനിക്ക് ഇത് കഴിഞ്ഞിട്ടില്ല. എനിക്ക് പല്ലാശുപത്രി വരെ പോകണമല്ലോ. കാരണം ഞാൻ ഇതിന് മുമ്പ് പല്ലിൽ കമ്പ്യൂട്ടർ കണ്ടിട്ട് എൻ്റെ പല്ലിൽ താഴത്തെ പല്ലിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കമ്പ്ലീറ്റ് ഞാനൊരു 6 months 8 months ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു 1.5 year ഇട്ടെങ്കിലും അത് അഴിച്ച് കഴിഞ്ഞിട്ട് സിംഗിൾ ക്ലിപ്പിൽ ഇടാത്തത് കൊണ്ട് പ്രോപ്പറായിട്ട് ഇടാത്തതുകൊണ്ട് എനിക്ക് പിന്നെയും ഗ്യാപ്പ് വന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു 2 വർഷത്തിന് ശേഷം പിന്നെയും പോയി കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു 5 months ഇട്ടുള്ളൂ. അപ്പം എനിക്ക് സിംഗിൾ ക്ലിപ്പ് ഇടാൻ മടിയായതുകൊണ്ട് ഡോക്ടർ എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള റിട്ടേണേഴ്സ് അകത്തിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് കമ്പ്യൂട്ടർ സമയത്ത് പല്ലിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ബ്ലീഡിങ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലൊരു കളർ കാണാൻ പറ്റും. ഡോക്ടറാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ പല്ലിൽ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട്, സോ ഒരു പേസ്റ്റൊക്കെ എനിക്ക് തന്നു. പക്ഷെ കമ്പി അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ല രീതിക്ക് ബ്ലീഡിങ് ഉണ്ട്. ഇടയ്ക്ക് നല്ലോണം ബ്ലഡ് വരും, ചിലപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്ലഡ് വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ 1 മണി വരെ OP ഉള്ളതുകൊണ്ട് നമ്മൾ പോയി തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യാണ്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ക്യാൻസൽ ചെയ്യണം. മരുന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കറക്റ്റായിട്ട് കഴിച്ചിട്ടില്ല. ഇതും കഴിക്കില്ല. ഹോമിയോക്ക് എനിക്ക് ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര നാളെ ഇവിടെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്തിനാണ് ഇത്ര ടെൻഷൻ കുറയ്ക്കാൻ. നമ്മളെ മീനും കൂടി നോക്കട്ടെ ഗൈസ്. പറയണല്ലേ ചമ്മന്തി അവന് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? വയ്യ, ക്ഷീണിച്ചത്. എന്താ ഇതാണോ? ഇതാണ് നീറ്റ് പ്ലേറ്റ്. അത് അപ്പോൾ ഓക്കെ ഗൈസ്.